നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തൃശ്ശൂർ പൂരം കലങ്ങിയതിൻ്റെ ഗുണം അനുഭവിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. ഇപ്പോൾ മണ്ഡലകാലം കലങ്ങിയാൽ അതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും? മണ്ഡലകാലം തുടങ്ങി രണ്ടാം ദിവസം അഭൂതപൂർവമായ തിരക്കാണ്. മാത്രമല്ല, എല്ലാ സംഗതികളും കൈവിട്ടുപോയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ പറയുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോഴേക്കും പൊതുവെ മണ്ഡലകാലത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകേണ്ടതാണ്. കഴിഞ്ഞ ദശാബ്ദങ്ങളായി അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നവംബർ 17 മണ്ഡലം 1-ാം തീയതി മണ്ഡലകാലം ആരംഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡിനും അറിയാം, സർക്കാരിനും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഒന്നുമില്ലെന്നും അനിയന്ത്രിതമായ ജനപ്രവാഹമാണെന്നും അവർക്ക് വിരിവയ്ക്കാൻ പോലും സ്ഥലമില്ലെന്നും ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ലെന്നും പോലീസില്ലെന്നും അങ്ങനെ മൊത്തത്തിലെല്ലാം കൈവിട്ടുപോയെന്നും അനിയന്ത്രിതമായ തിരക്കിന് മുന്നിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും പകച്ചു നിൽക്കുകയാണെന്നും അയ്യപ്പന്മാർക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ലെന്നുമുള്ള പരാതികൾ നിരന്തരമായി ഉയരുകയും ഇപ്പോൾ ചാനലുകളിലാകെ അതെല്ലാം വലിയ വാർത്തകളായി മാറിയിരിക്കുകയുമാണ്. മണ്ഡലകാലം തുടങ്ങിയിട്ട് കേവലം 48 മണിക്കൂറിനുള്ളിൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് മൂലം സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടായി എന്നാണ് ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പോലീസിൻ്റെ ചുമതലയുള്ള ADGP, അതുപോലെ തന്നെ കെ ജയകുമാർ IAS, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ADGP ശ്രീജിത്തും ജയകുമാർ IAS മികച്ച ഭരണാധികാരികളാണ്, ഭരണകർത്താക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ നിൽക്കാതെ പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മണ്ഡലകാലത്തിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ ജനപ്രവാഹം കഴിഞ്ഞ 48 മണിക്കൂറിൽ ഉണ്ടാകുമായിരുന്നോ? 48 മണിക്കൂറേ മണ്ഡലകാലം ആരംഭിച്ചിട്ട് ആയിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്പോൾ എന്തായിരിക്കും? അനിയന്ത്രിതമായ ഭക്തജനപ്രവാഹം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവരാണോ ദേവസ്വം ബോർഡിലും സർക്കാരിലും പോലീസിലും എല്ലാം ഇരിക്കുന്നത്? അവർക്ക് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലേ? ഇതിനു മുമ്പ് ഇത്തരത്തിൽ അനിയന്ത്രിതമായ ഭക്തജനപ്രവാഹം ഉണ്ടായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലേ? എന്നാൽ ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടുപോയി എന്ന് വിലപിക്കുന്നതിൽ എന്തോ ഒരു ഗൂഢോദ്ദേശവും എന്തോ ചില ചിന്തകളും ഇല്ലേ? അതോ ചില ഹിഡൻ അജണ്ടകളില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം ഇത്തവണ മാത്രം മണ്ഡലമാസം എന്തോ തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. അനിയന്ത്രിതമായ ഭക്തജനപ്രവാഹം, ഇതൊന്നും ചെയ്യാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിയുന്നില്ല. 15 മണിക്കൂറാണ് ക്യൂ, 20 മണിക്കൂറാണ് കഴിഞ്ഞാൽ ക്യൂ നിന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പലരും ദർശനം നടത്താതെ തിരിച്ചുപോയി എന്ന് പറയുന്നു. ചിലർ പന്തളത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നു, ചിലർ നിലയ്ക്കൽ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയും അതൊക്കെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അധ്യക്ഷനും പോലീസിൻ്റെ ചുമതല ADGP ശ്രീജിത്തുമെല്ലാം പറയുമ്പോൾ എന്തൊക്കെയോ ഇതിന് പിന്നിൽ ചേഞ്ഞു നാറുന്നില്ലേ എന്നുള്ള സംശയം ഉണ്ടായേക്കാം. കാരണം ഇതുപോലെ പൂരം കലങ്ങിയതിനെ തുടർന്നാണ് അവിടെ BJP സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച് MP ആയതെന്നാണ് പലരും പറയുന്നത്. പലരുമല്ല, CPI ജില്ലാ സെക്രട്ടറി, മുൻ മന്ത്രി VS സുനിൽകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുന്നത് പൂരം കലങ്ങിയതിനെ തുടർന്നാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ്. എങ്കിൽ മണ്ഡലകാലം കലങ്ങിയാൽ ആർക്കാണ് പ്രയോജനം? ഈ ചോദ്യം ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് ആരും മറക്കരുത്. കാരണം ഇത്രയും നാൾ സുഗമമായി പോയിരുന്ന കാര്യം, ശരി, തിരക്ക് എല്ലാ വർഷവും തിരക്കുണ്ടാവും. കൊറോണ കാലം, കോവിഡ് വ്യാപന കാലം മാറ്റി നിർത്തിയാൽ പിന്നെ ശബരിമല സ്ത്രീ പ്രവേശന വിധിയുണ്ടായ ആ കാലത്തൊഴികെ ബാക്കി എല്ലാ കാലത്തും ശബരിമലയിൽ വലിയ തോതിൽ വലിയ ഭക്തജനപ്രവാഹം ശബരിമലയിൽ ഉണ്ടാകും. 41 ദിവസവും, അത് കഴിഞ്ഞാൽ ഏതാണ്ട് മകരവിളക്ക് വരെയും. പക്ഷേ എന്നിട്ടും ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തിയും ശേഷിയും ദേവസ്വം ബോർഡിനും സർക്കാരിനും പോലീസിനും ഉണ്ടായിട്ടും ഇപ്പോൾ ഈ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയെല്ലാം താളം തെറ്റിയെന്നുള്ള പ്രചരണം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രചരണം മാധ്യമങ്ങളിലാകെ വരുന്നതും എല്ലാം ഏറ്റുപിടിക്കുന്നതും? എല്ലാ മാധ്യമങ്ങളും ശബരിമലയിലേക്ക് തങ്ങളുടെ ക്യാമറ തിരിച്ചു വെച്ച് ഇതാ ഭയങ്കര ഭക്തജനത്തിരക്ക്, ജനപ്രവാഹം, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാം കൈവിട്ടുപോയി എന്ന് പറയുന്നതും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ അനുഭവം നമ്മളുടെ മുന്നിലുണ്ട്.